പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വഴന്ന് വരണം, അല്ലെങ്കിൽ ചിക്കനും ഉള്ളിയും വെവ്വേറെ കിടക്കും. അതുകൊണ്ട് ഉള്ളി നന്നായിട്ട് സോഫ്റ്റായിട്ട് വഴന്ന് വരട്ടെ. വഴന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി പെട്ടെന്ന് വഴന്നിട്ടും സവാളക്ക് അത്ര പെട്ടെന്ന് വഴന്ന് കിട്ടില്ല. അതുകൊണ്ട് ആദ്യം സവാള വഴറ്റിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും സവാളയും ഒരുപോലെ നന്നായി വഴന്ന് വന്നതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഒരുപോലെ യോജിച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി നന്നായി വെന്ത് കിട്ടണം, എന്നാൽ മാത്രമേ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിയും തക്കാളിയും ചിക്കനും ഒക്കെ വെവ്വേറെ കിടക്കും. അതുകൊണ്ട് നന്നായി അടച്ച് വെച്ച് തക്കാളി നല്ലോണം വെന്ത് കിട്ടുന്നവരെ നല്ല അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് 2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി, ഉണക്കമുളക് പൊടിച്ചെടുത്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്കതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചിക്കൻ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മൂടി വെച്ചിട്ട് നല്ലോണം വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്ന് മറച്ചിട്ട് വീണ്ടും അടച്ച് വെച്ച് അങ്ങനെ ഒരു സോഫ്റ്റായിട്ടാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അധികം ഹാർഡായിട്ടല്ല. കറിയിലായതുകൊണ്ട് അധികം മുരിച്ചെടുക്കുന്നില്ല. രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്ത് കിട്ടണം. ഒരുവിധം നന്നായി തന്നെ അത് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ മല്ലിച്ചപ്പും കറിവേപ്പിലയും മുകളിലിട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്യാം. അടിപൊളി ചിക്കൻ കറി കേട്ടോ. നെയ്ച്ചോറിൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.